നമസ്കാരം. ഷൊർണൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഹരിഗോവിന്ദൻ മാഷാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹരിഗോവിന്ദൻ മാഷ് പര്യടനത്തിലാണ്, തിരക്കിലാണ്. ഓരോരോ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പര്യടനം തുടരുന്നത്. മാഷ്, ഇപ്പോൾ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അല്പം വൈകിയെങ്കിലും എല്ലായിടത്തും ഓടിയെത്തി ഒന്നും രണ്ടും തവണ എല്ലാ സ്ഥലങ്ങളിലും എത്തി വോട്ടർമാരെ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നൊരു റെസ്പോണ്ട്? വളരെ നല്ല റെസ്പോൺസാണ്. ഞങ്ങൾ ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റായി വന്ന പ്രതീതിയാണ്. എല്ലാ നിയോജക പ്രദേശങ്ങളിൽ നിന്നും വളരെ അകമഴിഞ്ഞ സഹകരണവും സഹായവുമാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. ഈ ഷൊർണൂരിൻ്റെ വികസന മുരടിപ്പിന് അന്ത്യം കുറിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചുറച്ച പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം മാറാനുറച്ച് ഷൊർണൂരും മാറ്റാനുറച്ച് UDFും തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലൊക്കെ ഓടിയെത്തിക്കഴിഞ്ഞ് കാണും. അപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് കൂടുതൽ. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം എത്രത്തോളം? ഇടതുപക്ഷ പഞ്ചായത്തിൽ പോലും വലിയ ആത്മവിശ്വാസം നടക്കുന്നത്. എല്ലാവർക്കും ഈ 10 വർഷത്തെ ഭരണം, ഈ വികസനം മുരടിപ്പുണ്ടാക്കിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ പോസിറ്റീവായി തരുന്നതാണ് പ്രതീക്ഷ. പിന്നെ മാത്രമല്ല, ഇവിടുത്തെ മുമ്പത്തെ MLA ആയിരുന്ന ശ്രീ PK ശശി ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഇത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ശ്രീ സന്ദീപ് വാര്യർ, BJP സ്ഥാനാർത്ഥി, അദ്ദേഹം ഇന്ന് UDFിൻ്റെ കൂടെയാണ്. ഇതൊക്കെ ഞങ്ങളുടെ പോസിറ്റീവ് ഘടകമാണ്. ഈ PK ശശി പക്ഷത്ത് നല്ലൊരു വിഭാഗം വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും വരും, എന്താ സംശയം? യാതൊരു സംശയവും ഇല്ല. PK ശശി വിഭാഗത്തിൻ്റെ മാത്രമല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഇക്കുറി UDFിന് വോട്ട് ചെയ്യും. ഇവിടുത്തെ ഡീലാണോ? ഇവിടുത്തെ ഡീലല്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് UDF ആണെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ബോധ്യപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ്റെ വോട്ട് ഇക്കുറി UDFിന് കിട്ടും. മാഷ് ഒരു പരിചയം, അധ്യാപക സംഘടന പ്രസ്ഥാനത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഏത് തരത്തിൽ ഈ സമയത്ത് ഉപകാരപ്പെടുന്നുണ്ട്? KPSCയുടെ സംസ്ഥാന പ്രസിഡന്റാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ അധ്യാപകർ ഒരു വിഭാഗം നിറയെ ആളുകൾ ഇവിടെ വന്ന് ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി ജോലി ചെയ്യണം. ഇതൊക്കെ ഞങ്ങൾക്ക് പോസിറ്റീവ് ഘടകമാണ്. ഇതൊന്നും മുമ്പിലില്ലാത്തതാണ്. അതൊക്കെ നമുക്ക് ഗുണകരമായി മാറുമെന്ന് തന്നെ പ്രതീക്ഷ. എതിർ സ്ഥാനാർത്ഥികൾ പറയുന്ന ഈ മണ്ഡലം ഒന്നും അട്ടിമറിക്കാൻ കഴിയില്ല, ഇത് അവർ കോട്ടയാണെന്നാണ്. അല്ല, അങ്ങനെ പൊളിക്കാൻ പറ്റാത്തൊരു കോട്ടയില്ലാന്ന് ഇത്തവണ തെളിയിക്കും. ഈ ഷൊർണൂർ മണ്ഡലത്തിൽ കൂടെ അങ്ങനെ കറങ്ങിയിട്ടുണ്ടാവില്ല, ഇപ്പം മൊത്തം കറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആളുകളൊക്കെ കണ്ട് സംസാരിച്ച് അവരുമായുള്ള ബന്ധമൊക്കെ എങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞു? വളരെ നല്ല സ്നേഹവും കരുതലുമാണ് ഇവർ തരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ ആലോചിച്ച ആളാണല്ലോ, നമുക്കറിയാമല്ലോ. ഒറ്റപ്പാലത്തുകാരേക്കാൾ കൂടുതൽ സ്നേഹം ഇവർ കാണിക്കണമെന്ന് എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഇത്രയും സ്നേഹസമ്പന്നമായ ജനങ്ങൾ ഈ നാട്ടിലുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് UDF വിജയിക്കാതിരിക്കണം? ലോക്സഭാ ഇലക്ഷൻ വെറും 4000 വോട്ട് താഴെയാണ് വ്യത്യാസം. അതൊക്കെ ഞങ്ങൾ മറികടക്കും. ഈ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, വളരെ ആത്മവിശ്വാസത്തിലാണ്. ഇക്കുറി ഷൊർണൂർ UDF തൂക്കും. മാഷെ എല്ലാവരും സ്വീകരിച്ചു. മാഷായിട്ടാണോ കാണുന്നത്, അധ്യാപകനായിട്ടാണോ ആളുകൾ കാണുന്നത്? എല്ലാവരും ആദ്യമായിട്ടാണല്ലോ കാണുക. മാഷ എന്ന വിളിയാണല്ലോ. MASH മാഷ്, കുഴമ്പ് എന്നർത്ഥമുണ്ട്. സമൂഹത്തിൽ ഒടവും ചതവൊക്കെ മാറ്റാൻ പറ്റുന്ന കുഴമ്പായി ഞാൻ ഈ നാട്ടിലുണ്ടാവും. അപ്പോൾ ഷൊർണൂർ മണ്ഡലം എന്തായാലും ഇപ്രാവശ്യം UDFിൻ്റെ മണ്ഡലം തീർച്ചയായും UDF തിരിച്ചു പിടിക്കും. എൻ്റെ അച്ഛൻ ഹരിഗോവിന്ദനിലെ ഗോവിന്ദൻ ഈ ഷൊർണൂരെ ബന്ധപ്പെട്ടതാണ്. വെള്ളിങ്ങാടി പഞ്ചായത്തിലെ തിരുനാരായണപുരത്താണ് മുളക് വീട്ടിൽ ഗോവിന്ദമേനോൻ മാഷ്. ആ ഗോവിന്ദമേനോൻ മാഷ് പേരെക്കുട്ടിയാണ് ഞാൻ. അപ്പോൾ ഹരിഗോവിന്ദനിലെ ഗോവിന്ദൻ ഷൊർണൂരുമായി ബന്ധപ്പെട്ടതാണ്. സന്തോഷം. അപ്പോൾ എന്തായാലും പ്രചരണം തുടരുക. ആശംസകൾ. ഓക്കെ, സന്തോഷം. താങ്ക് യു. അപ്പോൾ എന്തായാലും ഹരിഗോവിന്ദൻ മാഷ് പ്രചരണം തുടരുകയാണ്. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം നമ്മോട് ആത്മവിശ്വാസം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഷൊർണൂർ മണ്ഡലത്തിൽ എന്തായാലും ഇതവണ വിജയം ഉറപ്പാണ്. ഇടതുകോട്ട പൊളിയാത്ത കോട്ടയല്ല ഷൊർണൂർ എന്നാണ് ഹരിഗോവിന്ദൻ മാഷ് നമ്മോട് പറയുന്നത്.